ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട ചേർക്കാതെ ഒരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അടിച്ചെടുത്ത മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി കയ്യിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റവിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചെടുത്ത് ചട്ടി നന്നായി ചൂടായി വരണം കേട്ടോ. ചൂട് കുറയാൻ പാടില്ല, നല്ലോണം ചൂടാവണം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നന്നായി അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക. അപ്പോൾ ചില സ്ഥലത്ത് മുട്ടപ്പത്തിരി എന്ന് പറയും, ചില സ്ഥലത്ത് ഓട്ടപ്പം എന്ന് പറയും. അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. നല്ല സോഫ്റ്റായ ഒരു അപ്പമാണ് കേട്ടത്. ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം. ചിക്കൻ കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തത് നമ്മൾ കോരി ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ കോരി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം വരുന്നുണ്ടെന്ന്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്കും അറിയിക്കണം.